ഹലോ ഗീസ്, അസ്സലാമു അലൈക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കാണുന്നത് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കയറിയതാണ്. ഇന്നലെ വരെ വഴി മാത്രമേ ഉള്ളായിരുന്നു വെള്ളം. ഇപ്പം വീടിൻ്റെ മുറ്റത്ത് സിറ്റൗട്ടിൻ്റെ അവിടെ എല്ലാം കയറി ആകെപ്പാടെ സീനായി. ഇക്കാക്ക് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇക്കായെ രാവിലെ ഞാൻ കുത്തിപ്പൊക്കി എണ്ണിട്ടുകൊണ്ട് വന്ന് വിളിച്ചുകൊണ്ടൊക്കെ വന്ന് വെള്ളം കയറിയതൊക്കെ കാണിച്ച് ഇക്ക ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ച് എല്ലായിടത്തും കിടന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ട് പണിക്കും പോകാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ഇക്ക എല്ലാവരും കൂടെ വന്നിടെ മഴ പെയ്യുക, നമുക്ക് വണ്ടി അവിടെ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി അപ്പുറത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് വണ്ടി അതിനകത്ത് പൊക്കി കയറ്റാനുള്ള ശ്രമം എല്ലാവരും കൂടി ചെയ്യുന്നത്. അങ്ങനെ ആപ്പയ്ക്കകത്തൊക്കെ കയറ്റാൻ വണ്ടിയൊക്കെ കയറ്റുക. അങ്ങനെ കുറച്ച് ചിക്കന്മാരും ഒരു ബംഗാളി ചെറുക്കനും എല്ലാവരും കൂടെ വന്ന് വണ്ടി ഒരുവിധം പൊക്കി കയറ്റി. അപ്പം വാപ്പായൊക്കെ ഇവിടെ വന്നായിരുന്നു. അപ്പം വാപ്പ വന്നതിൻ്റെ അന്നും വഴിയിൽ മാത്രമേ ഉള്ളായിരുന്നു വെള്ളം. അങ്ങനെ വാപ്പായ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റപ്പോൾ മുറ്റത്തൊക്കെ വെള്ളം. അപ്പം വാപ്പാക്ക് വീട്ടിലും ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയി. അപ്പം വാപ്പ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പം ഇക്ക അടുത്ത് പറഞ്ഞ് ഇക്ക ആ വണ്ടിയും കൂടെ എടുത്തങ്ങ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക പോയി വാപ്പയുടെ വണ്ടി എടുക്കുക. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിയൊക്കെ ആയിരുന്നോടെ. അങ്ങനെ ആ വണ്ടിയും എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി ആപ്പയ്ക്കകത്തൊക്കെ കയറ്റി പോവുക. അങ്ങനെ ആ വണ്ടിയൊക്കെ ആപ്പയ്ക്കകത്ത് കയറ്റി ഒരുവിധം പൊക്കിയൊക്കെ കയറ്റി. എന്നിട്ട് സ്റ്റാൻഡൊക്കെ ഇട്ട് കയറൊക്കെ വലിച്ച് കെട്ടാൻ പറയുക. അപ്പം ഇക്ക പറഞ്ഞു ഇങ്ങനെ കയറൊന്ന് വലിച്ച് കെട്ടാൻ അപ്പുറം വരെ എത്തിച്ചാൽ പോരെയെന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ പോരെയെന്ന് പറഞ്ഞ്. അങ്ങനെ എടാ കയറ് കെട്ടിയില്ലെങ്കിൽ വണ്ടി വെള്ളത്തിൽ കിടക്കുമെന്ന് പറഞ്ഞ്, വണ്ടി മറിയുമെന്ന് പറഞ്ഞ്. അങ്ങനെ കയറൊക്കെ എടുത്ത് എല്ലാവരും കൂടെ കെട്ടിയപ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് വിളിക്കും ഇത്ത ഞങ്ങളുടെ വീഡിയോ കൂടെ എടുത്ത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ രണ്ടെണ്ണം കൂടെ ഒരുത്തൻ ഫ്രിഡ്ജ് വെട്ടിക്കകത്തിരുന്ന് തുഴഞ്ഞ് കളിക്കുന്നു, ഒരുത്തൻ ഊഞ്ഞാലിനകത്ത് കയറി വെള്ളത്തിൽ കിടന്ന് കളി. അപ്പം എൻ്റെ മോന് വെള്ളത്തിൽ ഇറങ്ങിക്കൂടാ. അപ്പോഴത്തേന് കയറെല്ലാം കെട്ടിക്കഴിഞ്ഞപ്പം ഒരു മഴ പെയ്ത്. പിന്നെ ഒരുവിധം വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ആ വെള്ളത്തിൽ കൂടെയൊക്കെ പോയി. കേസ് എന്താ പറയുക, ഒരുവിധം ഞങ്ങൾ പെട്ടെന്ന് പറയാം. ഇപ്പോൾ പുറത്തിറങ്ങാനും പറ്റത്തില്ല. ബാക്ക് വശത്തും ഫുൾ വെള്ളമൊക്കെ കയറി. പിള്ളേരായിട്ടൊക്കെ പനിയായി. പിള്ളേർക്കൊക്കെ പനിയൊക്കെ പിടിച്ച് ഇവിടെ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നെ മോക്കൊക്കെ കാലൊക്കെ ഒരുമാതിരി ഇൻഫെക്ഷനൊക്കെ ആയി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ ഒരു ചെറിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.